ഇനി നമ്മുടെ ഇന്നത്തെ സെഷനിലെ ആദ്യത്തെ പ്രഭാഷണമാണ്. ഇസ്ലാമിക് സൈക്കോളജിസ്റ്റ് ആൻഡ് റിസർച്ച് സ്കോളർ ഇൻ ഹമദ് ബിൻ ഖലീഫ യൂണിവേഴ്സിറ്റി വാഫി ഷിഹാദ് അവരുടെ പ്രസംഗമായിരിക്കും. ഫസ്റ്റ് വാഫി ഷിഹാദിനെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. بسم الله الرحمن الرحيم الحمد لله خالق الوجود من العدم وجاعل النور من الظلم ومخرج الصبر من الألم وملقي التوبة على الندم ونشكره على المصائب كما نشكره على النعم والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. قال النبي صلى الله عليه وسلم كلكم راع وكلكم مسؤول عن رعيته. Since the dawn of human civilization, മനുഷ്യകുലം ഭൂമിയിൽ പറിച്ചു നടപ്പെട്ട സമയം മുതൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമയം മുതൽ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഓരോ കൊല്ലങ്ങളിലും വലിയ മാറ്റങ്ങൾ ലോകത്തിന് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ സോഷ്യൽ സയന്റിസ്റ്റുകൾ പറയുന്നത് ഈ ഭൂമിക്ക്, ഈ ലോകത്തിന് ഏറ്റവും കൂടുതൽ മാറ്റം സംഭവിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇൻ ദ ലാസ്റ്റ് 100 years, കഴിഞ്ഞ 100 വർഷത്തിന് മുന്നേയുള്ള മാറ്റവും അതിനുശേഷമുള്ള മാറ്റം നോക്കിക്കഴിഞ്ഞാൽ the scientists say that it is exponential growth. എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ആണ്. എന്താണ് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ മാറ്റങ്ങളാണ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഉണ്ടാകും, സയന്റിഫിക് റെവല്യൂഷൻ ഉണ്ടാകും, ടെക്നോളജിക്കൽ റെവല്യൂഷൻ ഉണ്ടാകും, കമ്പ്യൂട്ടർ റെവല്യൂഷൻ ഉണ്ടാകും. ഇന്ന് റെവല്യൂഷണറികൾ ഇങ്ങനെ മാറി മാറി വന്നിട്ട് വലിയ വലിയ മാറ്റങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴും അതിൻ്റെ ചാലഞ്ചസും പുതിയതായിട്ടുണ്ടാകും. ഈ മാറ്റങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള മാറ്റങ്ങൾ പേടിപ്പെടുത്തുന്നതാണ്. The rise of secularism, liberalism, feminism. ഫെമിനിസത്തിന്റെ 4 വേവുകൾ: ഫസ്റ്റ് വേവ്, സെക്കൻഡ് വേവ്, തേർഡ് വേവ്, ഫോർത്ത് വേവ്. ഇപ്പോൾ ഫോർത്ത് വേവിലാണ് LGBTQ ആക്ടിവിസം. ഇങ്ങനെയുള്ള ഫിലോസഫികളുടെയും ഐഡിയോളജികളുടെയും ഇൻഫ്ലുവൻസുകൾ ഇതൊക്കെ പടർന്ന് പന്തലിച്ച് പിടിച്ച് മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിലേക്ക് കയറി അതിന്റെ വിഷാംശം ഇങ്ങനെ പടർത്തി നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആസ് പാരന്റ്സ്, രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ചാലഞ്ച് തന്നെയാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, കുട്ടികളെ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ കുട്ടികളുടെ ലോകം അത് വേറെ തന്നെയാണ്, കുട്ടികളുടെ റിയാലിറ്റി എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. പക്ഷെ പാരന്റ്സിന്റെ റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ വി സീ എ മാസീവ് ഡിഫറൻസ്. ഭയങ്കര ഡിഫറൻസ് ആണ്. കുട്ടികളുടെ പ്രശ്നങ്ങൾ പലപ്പോഴും പാരന്റ്സിനോട് സംസാരിക്കുമ്പോൾ അവർ ഓവർലി ഒപ്റ്റിമിസ്റ്റിക് ആണെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ഐഡിയലിസ്റ്റിക് തിങ്കിങ്. എന്റെ മകൻ പോകുന്ന അവന്റെ സ്കൂളിൽ ഒരു പ്രശ്നവുമില്ല, ഒരു ഫിത്നയുമില്ല, ഒരു ഫസാദുമില്ല, there is nothing wrong. പക്ഷെ കുട്ടികളുടെ ലോകത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ we see a different world. We see a world of immorality. We see a world of immaturity. We see a world of immodesty. ഹൈപ്പർ ആയിട്ടുള്ള കുറെ ഡിസോർഡറുകളുടെയും ആൻസൈറ്റി പ്രോബ്ലങ്ങളുടെയും സ്ട്രെസ്സിന്റെ വിഷയങ്ങൾക്കുമായി ഭയങ്കര പ്രയാസത്തിൽ നിൽക്കുന്ന ഒരു ലോകം. ജാനുവരി ഏകദേശം പകുതിയായിട്ടുണ്ട്. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഒരു കോള് വരികയാണ്. ഏകദേശം രാത്രിയായിട്ടുള്ള സമയം. കോളെടുത്തു. ഒരു ഉമ്മയുടെ ശബ്ദമാണ്. എൻ്റെ മോൻ പോയി എന്ന് പറയുന്നുണ്ട്. ഇപ്പം എനിക്ക് മനസ്സിലായില്ല എന്താണ് പറഞ്ഞത്. എൻ്റെ മോൻ പോയി. ഇങ്ങോട്ട് പോയി. എൻ്റെ ഒരു സേവ്ഡ് ആയിട്ടുള്ള നമ്പറാണ്, ആളെ എനിക്കറിയാം. സഫക്കേഷൻ കേൾക്കുന്നുണ്ട്, ശ്വാസം മുട്ടൽ കേൾക്കുന്നുണ്ട്, വീസിങ്. ശരിക്കും ആൻസൈറ്റി ഭയങ്കര കൂടിക്കിട്ടില്ല. PTSD-യുടെ ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിൻ്റെ ഒക്കെ തുടക്കത്തിൽ ഉണ്ടാക്കുന്ന ഭയങ്കര രീതിയിലുള്ള ഒരു ശ്വാസം മുട്ടലുണ്ട്. എൻ്റെ മോൻ പോയി എന്ന് പറഞ്ഞ് കരയുകയാണ്. എന്നിട്ട് ഫോൺ കട്ടാകുന്നത്. ഞാൻ പെട്ടെന്ന് തിരിച്ചു വിളിച്ചപ്പോൾ അവരുടെ സിസ്റ്ററാണ് ഫോൺ എടുത്തത്. അവരും കരയുന്നുണ്ട്.
ഞാൻ ചോദിച്ചു എന്താണ് അവർ നേരത്തെ പറഞ്ഞത്, എനിക്ക് മനസ്സിലായില്ല. ഞാൻ കുട്ടിയുടെ പേരും പറയുന്നില്ല, ഫാമിലിയുടെ പേരും പറയുന്നില്ല. ഇതൊക്കെ കോൺഫിഡൻഷ്യലാണ്. പ്രൈവസി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ടേംസ്. ഇവർ പറയാണ്, സിസ്റ്റർ പറയാണ്, ഇവരുടെ മകൻ 26ാമത്തെ നിലയിൽ നിന്ന് ചാടി. കൊച്ചിയിൽ നടന്നിട്ടുള്ള സംഭവമാണ്. വെരി കോൺട്രവേഴ്ഷ്യൽ, ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള വിഷയമായിരുന്നു. രാഷ്ട്രീയപരമായിട്ടൊക്കെ ഭയങ്കര ചർച്ച ചെയ്യപ്പെട്ടു, ചാനലുകളൊക്കെ ഭയങ്കര ചർച്ച ചെയ്തു. ആൾക്ക് വെറും 14 വയസ്സാണ്. ഈ മകൻ അടിയിലേക്ക് വീണിട്ട് അവൻ്റെ ബോഡി ചിതറി കിടക്കുന്നത് ഉമ്മ കാണുന്നു. അവരുടെ ട്രോമ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. എനിക്ക് അവരോട് ഭയങ്കര റെസ്പെക്റ്റ് തോന്നിപ്പോയി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ട്. എൻ്റെ മകൻ അള്ളാഹുവിൻ്റെ അടുത്ത് ഉണ്ടാവില്ലേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അവരുടെ മനസ്സിലും അതുപോലെ തന്നെ അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്തായിരുന്നു അവൻ്റെ പ്രശ്നം? വാട്ട് വാസ് ഹീ ഗോയിങ് ത്രൂ? വാട്ട് വാസ് ഹീ ഗോയിങ് ത്രൂ എന്നുള്ള ചോദ്യം ശരിക്കും ഒരാഴ്ച മുന്നേ ചോദിച്ചിരുന്നെങ്കിൽ ആ കുട്ടി ചിലപ്പോൾ ജീവനോടെ ഉണ്ടാകും. അങ്ങനെ എത്രയോ കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്യൂസൈഡ് ഐഡിയേഷൻ റേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര കൂടിയിട്ടുണ്ട്. വേറൊരു കേസ് പറയാം, അത്ഭുതം തോന്നിക്കുന്ന കേസുകളാണ്. ശരിക്കും പാരൻസും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും തമ്മിലുള്ള റിയാലിറ്റിയുടെ ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹ്യൂജ് ഗ്യാപ്പ്. ഇറ്റ് ഈസ് എൻ എക്സ്ട്രീംലി ഹ്യൂജ് ഗ്യാപ്പ്. ഈ കുട്ടി UK ലാണ്, 8ാം ക്ലാസ് വരെ ഇവിടെ പഠിക്കുകയാണ്. 8ാം ക്ലാസ്സിലാണ് ഇപ്പോൾ കേരളത്തിൽ പഠിക്കുന്നത്. അവന് നാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് കൗൺസിലിംഗ് കൊണ്ടുവരുന്നു. അവൻ്റെ ഉപ്പ പറയുന്നത് UK കൗൺസിലിംഗ് കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം NHSൻ്റെ അടുത്ത് ഇവൻ്റെ കേസ് വന്നു കഴിഞ്ഞാൽ അവർ ഇവനെ എടുത്തു കൊണ്ടുപോകും. ചൈൽഡ് സർവീസസ് വന്നിട്ട് അവരെ എടുത്തു കൊണ്ടുപോകും. ഞാൻ ചോദിച്ചു എന്താണ് അവൻ്റെ പ്രശ്നം? അപ്പോൾ പറയാണ്, ഒരു ദിവസം ഞങ്ങളെല്ലാവരും രാത്രി ഡിന്നറിന് വേണ്ടി ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവന് സ്വന്തം സിസ്റ്ററിൻ്റെ ഡ്രസ്സ് പാവാട കണിഞ്ഞിട്ട് വരികയാണ്. 13 വയസ്സാണ്, പാവാട അണിഞ്ഞിട്ട് വരികയാണ്. എന്നിട്ട് പറയാണ്, I feel like a girl and I'm coming out. എനിക്ക് മനസ്സിന്റെ ഉള്ളിൽ ഒരു സ്ത്രീയെ പോലെ ഫീൽ ചെയ്യുന്നു. കുറെ കാലം അടക്കി പിടിച്ചു, എനിക്ക് അടക്കി പിടിക്കാൻ പറ്റൂല. ഞാൻ നിങ്ങളോട് തുറന്നു പറയാണ്, എനിക്ക് നിങ്ങൾ എന്നെ വേണമെങ്കിൽ എന്താണെങ്കിലും ചെയ്തോളൂ, ഒരു പ്രശ്നമില്ല. ശരിക്കും ബ്രെയിൻ വാഷിങ്ങിന്റെ ക്ലിയർ ആയിട്ടുള്ള സിംറ്റംസ് അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കും. ചില ഗ്രൂപ്പുകളിൽ അവൻ കയറിയിട്ട് അതിൽ വന്നിട്ടുള്ള അവൻ്റെ മാറ്റം. വേറൊരു കേസ് ബാംഗ്ലൂരിലുള്ള ഒരു ഹോസ്പിറ്റലുണ്ട്, ന്യൂറോ സൈക്കാട്രി ഹോസ്പിറ്റലാണ്. ഞാൻ അവിടെ കേസ് അനാലിസിസിന് വേണ്ടി പോയപ്പോൾ 15 വയസ്സുള്ള ഒരു മോനാണ്, ഹാഫിൾ ആണ്, ഹിഫ്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ആളാണ്, പക്ഷേ നിരീശ്വരവാദി. എത്ര ആളുകൾക്ക് ഷോക്കായി തോന്നുന്നത് കേൾക്കുമ്പോൾ? How many of you feel shocked? This is the reality that we live in. Welcome to 21st century paradigm. ഈ 21ാം നൂറ്റാണ്ടിൽ കുട്ടികൾ വളർത്തുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് സിറ്റുവേഷണൽ അവയർനെസ് ആണ്. എന്താണ് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? വാട്ട് ആർ ദി ഐഡിയോളജീസ്? എന്തൊക്കെ ഐഡിയോളജീസ് ആണ് എൻ്റെ കുട്ടി ക്ലാസ്സിൽ നിന്ന് കേൾക്കുന്നത്? പലപ്പോഴും GCCയിലുള്ള ഗൾഫിലുള്ള പാരൻസ് അവർ ഹൈപ്പർ ഓപ്റ്റിമിസ്റ്റിക് ആണ്. ഒരു പാരന്റ് പറയാണ്, ഞാൻ കുട്ടിയെ നാട്ടിലേക്ക് അയക്കൂല ഒരിക്കലും, കാരണം എന്താ, നാട്ടിൽ ഫുള്ള് കഞ്ചാവാണ്, കള്ളാണ്, ഇങ്ങനെയുള്ള ഫിത്നകളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും പള്ളികളാണ്, ഇസ്ലാമികരമായിട്ടുള്ള അന്തരീക്ഷമുണ്ട്. ശരി, നമ്മൾ കൗൺസിലിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ വി ഗെറ്റ് എ വെരി ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്. ഭയങ്കര വ്യത്യസ്തകരമായിട്ടൊരു പെർസ്പെക്റ്റീവ് കിട്ടും. എൻ്റെ കൂടെ എൻ്റെ മദ്രസയിൽ പഠിച്ച, ഞാൻ ഖത്തറിലാണ് വളർന്നത്, എൻ്റെ മദ്രസയിൽ പഠിച്ച എൻ്റെ ബെഞ്ചിൽ കൂടെ ഇരുന്നിരുന്ന ഒരാൾ നിരീക്ഷകരാണ്. ഷോക്ക്. എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി ഹിജാബ് ധരിക്കലും അവരുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ക്ലബിലേക്കും DJ പാർട്ടിയിലേക്കും പോകുന്ന വീഡിയോസാണ്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല, കാരണം വളരെ കോൺഫിഡൻഷ്യലാണത്. ഇറ്റ് ഈസ് എ സാഡ് റിയാലിറ്റി. ഇവിടെയുള്ള ഡ്രഗ് കേസുകളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് സർവേ നടത്താത്തത് കൊണ്ട് മാത്രം അറിയാം.
ഞാൻ MBS ഇതേ ഹാളിൽ ഏകദേശം 2 മാസം മുന്നേ ഒരു പ്രോഗ്രാമിന് വന്നു. അതിവിടെ +1 +2 കുട്ടികൾക്കുള്ള പ്രോഗ്രാമായിരുന്നു. മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കോൺവെർസേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് വന്നിട്ടുള്ള കേസുകൾ അധികവും ഏറ്റവും കൂടുതൽ അഡിക്ഷൻ കേസുകൾ കിട്ടിയിട്ടുള്ളത് പോണോഗ്രഫി അഡിക്ഷനാണ്. ഇറ്റ് ഈസ് ത്രൂ ദ റൂഫ്. അത്ര കൂടുതൽ കേസുകൾ ഡ്രഗ് അഡിക്ഷൻ ഉണ്ടായിരുന്നു. പലപ്പോഴും രക്ഷിതാക്കൾക്ക് ചോദ്യങ്ങൾ തോന്നുന്നു, വീട്ടിൽ ഗെറ്റ് എവിടെ നിന്നാണ് ഖത്തറിൽ എവിടെ എങ്ങനെ കിട്ടുന്നത്? 1.5 മാസം മുന്നേ മലപ്പുറത്തുള്ള ഒരു ഡീഡിക്കേഷൻ സെൻ്ററുണ്ട്. സെൻ്ററിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അവിടെ സെഷൻ എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഖത്തറിൽ നിന്ന് ഡിപ്പോർട്ടായതാണ് ഡ്രഗ് പിടിച്ചിട്ട്. ഞാൻ അവനോട് സംസാരിക്കുമ്പോൾ അവനോട് തന്നെ എന്നോട് തുറന്ന് പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഷോക്കിംഗ്. ഇവിടെ എങ്ങനെയാണ് അതിൻ്റെ റിങ്ങുകൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും ഹൗ സിസ്റ്റമാറ്റിക്കലി ഇറ്റ് ഹാപ്പൻസ്, ഇറ്റ് ഈസ് അസ്റ്റോണിഷിംഗ്. പക്ഷെ പലപ്പോഴും ഇവരുടെ പാരൻസിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചോദിക്കേണ്ടതാണ്, എൻ്റെ കുട്ടി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ള ഒരു ഐഡിയലിസ്റ്റിക് യൂട്ടോപ്പിയൻ കൺസ്ട്രക്റ്റീവ് ഒപ്റ്റിമിസം പലപ്പോഴും കാണാറുണ്ട്. ഞാൻ നാട്ടിൽ ചൈൽഡ് ലൈൻ കണക്റ്റഡായിട്ട് വർക്ക് ചെയ്തു. ചൈൽഡ് ലൈൻ്റെ അംബാസഡേഴ്സ് നെറ്റ്വർക്കിൻ്റെ ചെയർമാൻഷിപ്പ് 2 കൊല്ലമായിരുന്നു. അപ്പോൾ ചൈൽഡ് ലൈൻ്റെ നമ്പറിൽ 1098 നമ്പറിൽ വിളിക്കുന്ന കോൺടാക്ട്സിൽ വരുന്ന ചില കോളുകൾ, അതിൻ്റെ റെഫറലുകളൊക്കെ നമുക്ക് കിട്ടും. അതിൽ ഒരു കുട്ടി പോണോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ സ്കൂളിൽ നിന്ന് പഠിച്ചു എന്ന് പറഞ്ഞിട്ടാണ് സ്കൂൾ അതോറിറ്റീസ് കണക്ട് ചെയ്തത്. അതിന് പിടിക്കുക മാത്രമല്ല, അവൻ്റെ വയസ്സ് 9 വയസ്സാണ്. പിടിക്കുക മാത്രമല്ല, അവനായിരുന്നു അതിൻ്റെ മെറ്റീരിയലുകൾ സ്കൂളിൽ സ്പ്രെഡ് ചെയ്യുന്നത്. അങ്ങനെ അവൻ്റെ പാരൻസുമായിട്ട് സംസാരിക്കുമ്പോൾ പാരൻസിന് ഷോക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പ്രോസസ്സ്, സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ തെറപ്പി എന്ന് പറയും. ആദ്യം ഇവരെ എങ്ങനെയാണ് ഈ ന്യൂസ് എടുക്കുക എന്നുള്ളത് നമ്മളിങ്ങനെ സ്ലോലി നോക്കും. അപ്പോൾ പാരൻസിന് അറിയാം സ്കൂളിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ എന്താണ് പ്രശ്നമെന്ന് അറിയില്ല. എന്നിട്ട് പാരൻസിനോട് നമ്മളിങ്ങനെ പറഞ്ഞു നോക്കുകയാണ്, ആ കുട്ടിക്ക് ഇന്ന ഇഷ്യൂ ആയിരിക്കാം. നമ്മളിങ്ങനെ ടെസ്റ്റ് ഡോസ് ഇട്ട് നോക്കുക. പൊണോഗ്രഫിയുടെ വിഷയം പറഞ്ഞപ്പോൾ എൻ്റെ കുട്ടി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഒരിക്കലും ചെയ്യില്ല. ഭയങ്കര വലിയൊരു ഡിസ്കണക്റ്റാണ്. ഞാൻ അവസാനം ഒരു കൗൺസിൽ കേസും കൂടി പറഞ്ഞിട്ട് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകളിലേക്ക് കിടക്കാൻ വളരെ കുറഞ്ഞ സമയമാണ്. ദുബായിൽ ദെയ്റ എന്ന് പറയുന്ന സ്ഥലം നമുക്ക് എല്ലാവർക്കും പറയും. അവിടെയും കൂടുതൽ ഇൻഫർമേഷൻ പറയുന്നില്ല. ഒരു കുട്ടി അവിടെയാണ് വളർന്നത്. അവൻ്റെ ഉപ്പയും ഉമ്മയും ഒക്കെ അവിടെയുള്ള എല്ലാ ഖുർആൻ ക്ലാസ്സുകളിൽ നിരന്തരം പോണതാണ്. അവനൊക്കെ വലിച്ചങ്ങനെ കൊണ്ടുപോകാൻ നോക്കും. അവന് ഡ്രഗ് ഉപയോഗം ഉണ്ടായിരുന്നു. അത് സ്റ്റാർട്ടിങ് അധികം സ്മോക്കിങ്ങിലൂടെയാണ്. സ്മോക്കിങ്ങിൻ്റെ കൂടെ ചിലപ്പോൾ വെയ്പ്പിങ് അങ്ങനെ ഒരു ഇതിലേക്ക് കിടക്കുന്നത്. അതിനുശേഷം ഇറ്റ് ഗോസ് ആൻഡ് ഗോസ്. ഉള്ളിലേക്ക് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. ഉള്ളിലേക്ക് ഇങ്ങനെ പോകുന്നു. അവസാനം അവൻ ഉപയോഗിച്ച് 2 ഡ്രഗിൻ്റെ വ്യത്യസ്ത ടൈപ്പുണ്ട്. ന്യൂറോ സ്റ്റിമുലൻറ്റുകളായിട്ട് 2 ഡ്രഗുകൾ ഉപയോഗിക്കും. ന്യൂറോ സ്റ്റിമുലൻ എന്ന് പറഞ്ഞാൽ ഹാർട്ട് ബീറ്റ് കൂട്ടുന്നു, ബ്ലഡ് പ്രഷർ കൂട്ടുന്നു, ന്യൂറൽ മെക്കാനിസം സ്പീഡ്സ് ഭയങ്കര സ്പീഡ് കൂട്ടുന്നു. ഈ 2 ടൈപ്പ് ഡ്രഗുകളും ഒരുമിച്ച് കഴിച്ചതിൻ്റെ പേരിൽ ക്രോസ് ഫിനോമിനൻ എന്ന് പറയുന്നൊരു ഫിനോമിനൻ ഉണ്ട്. ഓവർ ഡോസിലേക്ക് പോകുന്നത്, ബ്രെയിൻ ഡെത്ത് സംഭവിക്കാനുള്ള അവസ്ഥ. അങ്ങനെ അവൻ്റെ ഫ്രണ്ട്സൊക്കെ പേടിച്ചു. അവൻ്റെ ഒരു വെപ്രാളൊക്കെ കണ്ടിട്ട് അവസാനം ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ പോലീസിനെ അറിയിച്ചു. പിന്നെ ജുവനൈൽ ഡിറ്റൻഷൻ സെന്ററിലേക്ക് കൊണ്ടുപോയി. അങ്ങനെയാണ് കൗൺസിലിംഗിലേക്ക് പോയത്. അവൻ്റെ പാരൻസിന് ഒരിക്കലും they will never be able to comprehend such a reality. ഇങ്ങനൊരു റിയാലിറ്റി എൻ്റെ ചുറ്റുമുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവർക്ക് തന്നെ ഭയങ്കര ട്രോമയാണ്. They are not able to accept it. They are not able to accept it. 21-ാം നൂറ്റാണ്ടിൽ രക്ഷാകർത്തൃത്വം ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക്. പലപ്പോഴും നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാറില്ല. ഇറ്റ് ഈസ് ടു ലേറ്റ്. ഇങ്ങനെയുള്ള കേസുകൾ നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. അപ്പോഴാണ് നമ്മൾ പലപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങുന്നത്. ശരിക്കും പാരന്റിങ് എന്ന് പറയുന്ന വിഷയം ശരിക്കും വളരെ കൂടുതൽ പഠന വിധേയമായിട്ടുള്ള വിഷയമാണ്. 1980-കൾ മുതൽ ഹ്യൂമാനിറ്റേറിയൻ സയൻസിൻ്റെ അടിയിൽ പാരന്റൽ സൈക്കോളജി എന്ന് പറയുന്ന ഫീൽഡും അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകളും കുറേയുണ്ട്. A lot of departments that talk about parental psychology.
ആർട്ടിക്കിൾസ് കുറെ എഴുതപ്പെട്ടിട്ടുണ്ട്, റിസർച്ച് റിപ്പോർട്ടുകളുണ്ട്, സർവേകളുണ്ട്, പുസ്തകങ്ങൾ കണ്ടമാനുണ്ട്, ലേഖനങ്ങളുണ്ട്, TV ഷോകളുണ്ട്, എവറിത്തിങ് ടോക്കിംഗ് അബൌട്ട് പാരന്റിംഗ്. നമ്മൾ ഈ പുസ്തകങ്ങൾ അക്കാഡമിക് ആയിട്ട് കിട്ടുന്ന ഈ പുസ്തകങ്ങൾ എടുത്തൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ആ ചോദ്യം എന്ന് പറയുന്നത് when does the process of parenting start? എപ്പോഴാണ് ബോധപൂർവമായിട്ട് രക്ഷാകർതൃത്വത്തിന്റെ ആ മെത്തഡോളജി സ്റ്റാർട്ട് ചെയ്യുന്നത്? when does parenting start? അതിൽ വ്യത്യസ്ത സൈക്കോളജിസ്റ്റുകൾ പറയുന്നു, ചില ആളുകൾ പറയുന്നു അണ്ടവും ബീജവും കൂടി ചേർന്ന ആ സമയത്താണ് that is when the parenting should start. ചില ആളുകൾ പറയുന്നു 6 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് പാരന്റിംഗ് തുടങ്ങുന്നത്. ചില ആളുകൾ പറയുന്നു ബർത്തിന്റെ സമയത്താണ് പാരന്റിംഗ് തുടങ്ങുന്നത്. ചില ആളുകൾ പറയുന്നു 3 വയസ്സിൽ കോഗ്നിറ്റീവ് എഫിഷ്യൻസി കുട്ടിക്ക് കിട്ടുമ്പോൾ അപ്പോഴാണ് ശരിക്കും പാരന്റിംഗ് തുടങ്ങുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇസ്ലാം പറയുന്നത് പാരന്റിംഗ് സ്റ്റാർട്ട്സ് ഫ്രം ദ ടൈം യു ചൂസ് യുവർ സ്പൗസ്. പാരന്റിംഗ് തുടങ്ങി ശരിക്കും യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ചൂസ് ചെയ്യുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ ചൂസ് ചെയ്യുന്നത് മുതൽ തുടങ്ങുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തുൻകിഹുൽ മർഅ ലിഅർബഅ ബിമാലിഹ വലിജമാലിഹ വലിഹസ്ബിഹ വലിദീനിഹ ഫദ്ഫർ ബിദാത്തി ദീൻ. ഒരാളെ കല്യാണം കഴിക്കുമ്പോൾ നിങ്ങൾ കുറേ കാരണങ്ങൾ നോക്കാം, ജമാൽ നോക്കാം, ഭംഗി നോക്കാം, ബ്യൂട്ടി നോക്കാം, ലീനിയേജ് നോക്കാം, തറവാട് നോക്കാം, ധനം നോക്കാം, എല്ലാം നോക്കാം. ബട്ട് ചൂസ് ദീൻ. ഫദ്ഫർ ബിദാത്തി ദീൻ. നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങൾ രക്ഷപ്പെടുന്നതാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖലീഫയായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു സഹാബി വന്നിട്ട് പറയാണ്, വൃദ്ധനായിട്ടുള്ള ഒരാളാണ്, അദ്ദേഹം വന്നിട്ട് പറയാണ്, എൻ്റെ മകൻ എന്നെ കേൾക്കുന്നില്ല, എന്നെ അനുസരിക്കുന്നില്ല, എന്നോട് അന്യായമായിട്ട് പ്രവർത്തിക്കുകയാണ്, നിങ്ങളൊന്ന് നസീഹത്ത് അവർക്ക് കൊടുക്കണം. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഭടന്മാരെ അയക്കുകയാണ്, ഈ മകനെ കൊണ്ടുവന്നിട്ട് ഇവരോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഇവൻ ഉമറിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഒരു ഉപ്പ ഒരു മകന് കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എണ്ണി പറയുന്നുണ്ട്. അതിൽ ഒന്നാമത് പറയുന്നത് നല്ലൊരു മാതാവിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക, രണ്ടാമത് നല്ലൊരു നാമകരണം പേര് നൽകുക, മൂന്നാമത്തത് തഅല്ലുമുൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഷറഹുകൾ, ഭംഗിയായിട്ട് ഷറഹുകൾ, ഇബ്നു കസീറിന്റെയും ഇബ്നുൽ ഖയ്യിമിന്റെയും ഷറഹുകളൊക്കെ ഉണ്ട്, ഇതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ അങ്ങനെ എണ്ണി പറഞ്ഞതിന് ശേഷം ഈ മകൻ കുട്ടിയല്ല, യുവാവാണ്. ഈ മകൻ സ്വന്തം ഉപ്പയുടെ കണ്ണിലേക്ക് കോപത്തോടുകൂടി ദേഷ്യത്തോടു കൂടിയിട്ട് നോക്കിയിട്ട് പറയാണ്, നിങ്ങളിതൊന്നും എനിക്ക് ചെയ്തു തന്നിട്ടില്ല, നിങ്ങളിതൊന്നും എനിക്ക് ചെയ്തു തന്നിട്ടില്ല. അപ്പോൾ ഉമർ ആ വൃദ്ധന്റെ കണ്ണിലേക്ക് നോക്കി പറയാണ്, നിങ്ങൾ ശരിക്കും ഇവിടെ വന്നത് കുട്ടി നിങ്ങളോട് ചെയ്യുന്ന അന്യായം പറയുവാനല്ലേ? എന്നിട്ട് പറയുന്ന വാക്കുകൾ അത്ഭുതപ്പെടുത്തുന്ന വാക്കുകൾ. അവൻ നിങ്ങളോടൊപ്പം അന്യായം ചെയ്യുന്നതിന് മുതൽ തന്നെ നിങ്ങൾ അവനോട് അന്യായം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും പാരന്റിങ്ങിന്റെ മൊത്തം കോൺസെപ്റ്റുകൾ അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ സന്ദർഭത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പാരന്റിങ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദ ഏർലി ഏജ്. ഏറ്റവും ഏർലി ആയ സമയത്ത് തുടങ്ങണം. പലപ്പോഴും പാരന്റ്സ് വിചാരിക്കുക ഇവരെന്താണ് ഇപ്പോൾ സ്കൂൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. പലപ്പോഴും പാരന്റ്സ് കാണുന്നൊരു സംഭവമാണ്, സ്കൂളിൽ എക്സാം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ മദ്രസയിൽ 10 ദിവസം ലീവാണ്. മദ്രസയിൽ വിടുക എന്ന് പറയുന്നത് ഈസ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും നല്ല സ്കൂളിൽ ഏറ്റവും നല്ല പൈസ കൊടുത്തിട്ട് വിലയേറിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവനയക്കും. സ്കൂൾ ഭയങ്കര ദൂരെയാണെങ്കിലും അവനെ അയക്കും. അയക്കാൻ വേണ്ടിയിട്ട് എല്ലാ രീതിയിലുള്ള പ്രയത്നവും പാരന്റ്സിന് എടുക്കുന്നുണ്ടാവും. പക്ഷെ മദ്രസയിൽ വിദ്യാഭ്യാസം പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് നീഡഡ്, ഇറ്റ് ഈസ് നോട്ട് നെസസറി. അതിന് കുറേ റിസറുകൾ പറയും. ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് എന്താണ്, മദ്രസ വേണ്ട, ഇങ്ങനെ മദ്രസ ഒന്നും പോകേണ്ട ആവശ്യമില്ല, സ്കൂൾ ഒരു ദിവസം പോലും ലീവ് കൊടുക്കില്ല. അങ്ങനെയുള്ള പാരൻസ് പലപ്പോഴും കേൾക്കാറുണ്ട്. കുട്ടി 17 വയസ്സാകുമ്പോൾ 18 വയസ്സാകുമ്പോഴൊക്കെ. ഖത്തറിൽ തന്നെ പഠിച്ചിട്ടുള്ളൊരു കുട്ടിയാണ്. നോട്ട് സെയിങ് മോർ പേഴ്സണൽ ഡീറ്റെയിൽസ്. അതിൽ കുട്ടി പുറം രാജ്യത്തേക്ക്, ഒരു യൂറോപ്യൻ രാജ്യത്തേക്ക് പഠിക്കാൻ പോവുകയാണ്. ഉപ്പയും ഉമ്മയും വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയാണ്, അവന് ഞങ്ങളെ വിളിക്കാറില്ല. അവൻ ഇൻസ്റ്റഗ്രാമിലെ സ്റ്റോറികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പബ്ബിലേക്ക് പോകുന്ന സ്റ്റോറികളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമ്മളോട് സംസാരിക്കുന്നില്ല, എന്തെങ്കിലും ചെയ്തു തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുട്ടിയോട് സംസാരിക്കുകയുണ്ടായി. കുട്ടിയോട് സംസാരിച്ചപ്പോൾ അവന് ഒരു തരത്തിലുള്ള മൂല്യബോധമില്ല. ഹറാമും
ഹലാലും തമ്മിലുള്ള വ്യത്യാസം പോലും അവനറിയില്ല. തൗഹീദിന്റെ ആശയം അവനിലില്ല. ചിലപ്പോൾ ബാലൻസ് കിടന്ന് കരയാണ്, ഖേദിക്കണം. ഇറ്റ് ഈസ് ടു ലേറ്റ്. ഇപ്പോഴാണ് പറയുന്നത്. അവിടെയാണ് ശരിക്കും അലിഫിന്റെ പ്രസക്തി വരുന്നത്. ഏറ്റവും ന്യൂട്രൽ ആയിട്ടുള്ള ഭംഗിയായിട്ടുള്ള ബാങ്ക് കൊടുക്കുന്നുണ്ടല്ലേ. ഞാൻ ചുരുക്കി പറയാണ്. പറഞ്ഞു വരുന്നത് ചിന്തിക്കേണ്ട സമയത്ത് ചിന്തിക്കണം, പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കണം. നൗ ഈസ് ദ ബെസ്റ്റ് ടൈം ടു സ്റ്റാർട്ട്. കുട്ടികൾക്ക് ദീനിൻ്റെ ഇൽമ് കൊടുക്കാൻ പറ്റിയുള്ള ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഇപ്പോഴാണ്. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, തഅലീമു ഫിസ്സിഗ്രി കന്നഖ്ശു ഫിൽ ഹജർ. എന്താണത്? ചെറുപ്പത്തിൽ കൊടുക്കുന്ന ഇൽമ് എന്ന് പറയുന്നത് അതൊരു കല്ലിന്മേൽ കൊത്തിവെക്കപ്പെട്ട പോലുള്ള സാധനമാണ്. അത് കുറേ കാലം അവിടെ ഉണ്ടാകും. ചെറുപ്പത്തിലെ തൗഹീദിൻ്റെ ആശയം പഠിപ്പിക്കും. ഏറ്റവും നല്ല ഗ്രൂപ്പുകളിലേക്ക്, സർക്കിളിലേക്ക് കുട്ടികളെ അയക്കുക. ഞാൻ ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ഞാനിങ്ങനെ കുറേ കേസുകൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഡെസ്പൈൻ ഇവിടെ ഈ പലപ്പോഴും കേസുകൾ എടുക്കുമ്പോൾ ഷോക്കാവാറുണ്ട്. ഞാനീ പറഞ്ഞിട്ടുള്ള യാഥാർത്ഥ്യം ശരിക്കും യാഥാർത്ഥ്യമായിട്ട് അവിടെ തന്നെയുണ്ട്. പക്ഷെ അവിടെ ശരിക്കും അലിഫ് എന്ന് പറയുന്ന ഇങ്ങനെയുള്ള ഒരു സർക്കിൾ, ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ തിങ്. ചെറുപ്പത്തിൽ 4ാം ക്ലാസ് ഞാനിവിടെ പഠിക്കുമ്പോൾ, ഞാൻ ഇവിടെ ഒരു മദ്രസയിൽ പഠിച്ചിരുന്നു. പഠിക്കുന്ന സമയത്ത് ഗവൺമെൻറ് 4ാം ക്ലാസ് ഇങ്ങനെ കഴിഞ്ഞിട്ടുള്ള സമയമാണ്. കുട്ടികളെല്ലാവരും ഇങ്ങനെ അവിടുന്ന് പോവുകയാണ്, വെക്കേഷന് വേണ്ടിയിട്ട് എൻഡ് ചെയ്യാണ്. അന്ന് അവസാനം കൺക്ലൂഷൻ സ്പീച്ച് അന്നത്തെ പരിപാടിയിൽ നടത്തിയത് മുനീർ സൽഫി ഉസ്താദാണ്. എന്നെ പഠിപ്പിച്ചത് മുനീർ സൽഫി ഉസ്താദാണ്. അതിനെ നടത്തുമ്പോൾ അദ്ദേഹം കരയുന്നു. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിപ്പോയിട്ടുണ്ട്. ശരിക്കും അങ്ങനെയുള്ള ആളുകളിലൂടെ ഇങ്ങനെ കുറേ സർക്കിളുകൾ, ദീനിൻ്റെ സർക്കിളുകളും ഇങ്ങനെ ഉണ്ടാകാന്ന് വെച്ചാൽ ബ്യൂട്ടിഫുൾ തിങ്. ഞാൻ ശരിക്കും ഇവിടെ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് നാട്ടിൽ പോകുമ്പോൾ ഇങ്ങനെയുള്ള മോശം സർക്കിളുകളോടെയുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അത് കൗൺസിൽ രംഗത്തേക്ക് കയറിയതിന് ശേഷം മാത്രം ഞാൻ കണ്ടത്. അത് ഞാൻ അറിയാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ അപ്പൻ്റെ കൂടെ ഇങ്ങനെ ഇപ്പോൾ 10ാം ക്ലാസ്സിലൊക്കെ ബാക്കിൽ വാലായിട്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാവും. എപ്പോഴും ഇങ്ങനെ കൂടെ പോകാറുണ്ട്. ശരിക്കും അതിലൂടെ കിട്ടിയിട്ടൊരു സർക്കിളാണ് ശരിക്കും അൽഹംദുലില്ലാഹ് ഇത് പ്രൊട്ടക്റ്റഡ്. ഭയങ്കര ഒരു പ്രൊട്ടക്ഷനാണ്. സുലൈമാൻ പുത്തൂർ സാർ ഇവിടെ 2015 ക്ലാസ്സിലൊക്കെ വന്നിരുന്നു. അന്ന് നമ്മുടെ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ അന്ന് സുബ്ഹാനല്ലാഹ് ഞാൻ കേട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതെങ്ങനെ സന്തോഷത്തിനെ പറ്റി പറഞ്ഞപ്പോൾ ആനന്ദ പരമാനന്ദ സാഹിത്യ നിരവധി എന്ന് പറഞ്ഞത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സുബ്ഹാനല്ലാഹ് വളരെ ചെറുപ്രായത്തിൽ മനസ്സിലേക്ക് കയറിയത് കൊണ്ട് അൽഹംദുലില്ലാഹ് ജീവിതത്തിൽ മാറ്റങ്ങളും ഇങ്ങനെയുള്ള സർക്കിളുകൾ ഇനിയും ഉണ്ടാകണം ഇൻഷാ അല്ലാഹ്. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ബാറകല്ലാഹു ഫീക്കും വഹയ്യാക്കും അല്ലാഹ്. اللهم اجمعنا في جنة الفردوس الأعلى. اللهم احفظنا بحفظكم. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله